ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ SSLCയിലെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 15ലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ൻ്റെ ഉള്ളിൽ വേറൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരുമ്പോൾ, മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് വരുന്ന ഒരു ട്രയാങ്കിളും കൂടെ വരുമ്പോൾ അതൊരു സീക്വൻസ് ആക്കി എഴുതിയാൽ എങ്ങനെയാണ് ആ സീക്വൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ അകത്തുള്ള കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ടേം എന്താണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി, നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഫോം ചെയ്ത് വരിക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് വരുന്ന ട്രയാങ്കിൾ മാറ്റി വെച്ചാൽ വരുന്ന ട്രയാങ്കിളുകളുടെ എണ്ണം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 3 സൈഡും ഈക്വൽ ആയിരിക്കും. ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതാണ് ഒരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ അടുത്ത സൈഡും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഈ സൈഡും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്, ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ സം എന്ന് പറയുന്നത്, ഇന്നർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ 180/3 വരികയാണെങ്കിൽ 1 ഡിഗ്രി വരുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 60 ആയിരിക്കും, ഇവിടെയും 60 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് ഒരു ഫുള്ളായിട്ട് ഒരു ട്രയാങ്കിൾ അതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ട്രയാങ്കിൾ കഴിച്ചാൽ ബാക്കി വരുന്ന ഷെയ്ഡ് ചെയ്ത് വരുന്ന ട്രയാങ്കിളുകളുടെ എണ്ണം എത്രയാണ് അല്ലേ? സിമ്പിളാണ്. എത്രയാണ്? 1, 2, 3. അതാണ് 3 എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതെല്ലാം കണ്ടുപിടിക്കാം. ഈ ഒരു ഫുൾ ട്രയാങ്കിളിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ട്രയാങ്കിളിൻ്റെ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളുകളുടെ എണ്ണം എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അതായത് ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് ഈ കാണുന്ന ഭാഗം, ശരിയല്ലേ? നോക്കിയേ, ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് ഈ കാണുന്ന ഭാഗം. ഇതിൻ്റെ ഇന്നർ ആംഗിളുകൾ എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 3 വരും. ഇവിടെ എത്ര വരും? 3 വരും. ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രം നമുക്ക് കണക്കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 3, 3, 3. എത്ര വരുന്നത്? 9. ക്ലിയർ ആയോ? ഈസി ആണോ? എന്താണ്, നമ്മൾ എണ്ണൊന്നും വേണ്ട, ഓരോന്നോരോന്ന് എണ്ണൊന്നും വേണ്ട. ഈ കാണുന്ന ട്രയാങ്കിൾ തന്നെയാണ് ഈ കാണുന്ന ട്രയാങ്കിൾ. അതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകതയാണ്. കാരണം എന്താണ്? ഇതും ഒരു മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് പോകുന്നൊരു ട്രയാങ്കിളാണ് കേട്ടോ. ഈ കാണുന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റാണിത്. ഈ കാണുന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റാണിത്. ഇതിൻ്റെയും മിഡ് പോയിൻ്റാണിത്. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ മിഡ് പോയിൻറ്റിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ ട്രയാങ്കിളും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഒരു ബേസിക് ആയിട്ടുള്ള റൂളാണ് ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ എത്ര ആയിരിക്കും വരുന്നത്? ഈ കാണുന്ന ഈ ഒരു ട്രയാങ്കിളാണ് ഏത്? ഈ കാണുന്ന ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്ര ട്രയാങ്കിളുണ്ട്? 9. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 വരും, ഇവിടെയും 9 ട്രയാങ്കിളുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ട്രയാങ്കിളാണ് അടുത്തതിൽ വരുന്നത്? 27. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ഓഫ് അൺകട്ട് ട്രയാങ്കിൾ, അതായത് ഇത് കട്ട് ചെയ്യത്തൊന്നുമില്ല, ഫുള്ളായിട്ട് വരുന്ന, അതായത് ഈ ഒരു ഫുള്ളായിട്ട് വരുന്നതിനാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അടുത്ത ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അൺകട്ട് ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് മാത്രം എണ്ണിയാൽ മാത്രം മതി. ഷെയ്ഡൊന്നും നോക്കണ്ട, അല്ലാതെ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. മനസ്സിലായല്ലോ? 1/4 ഒരു സൈഡ് വരുന്നത്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഇതിപ്പം 5 ട്രയാങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര വന്നേനെ? 1/5 എന്ന് വന്നേനെ. അതായത് ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 100 ആണെങ്കിൽ എത്ര വന്നേനെ? 100/4 എന്ന് വന്നേനെ. ടോട്ടൽ എന്ന് പറയുന്നത് 50 ആണെങ്കിൽ എത്ര വന്നേനെ? 50/4 എന്ന് വന്നേനെ.
നേരെ മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ 6 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ എത്ര വന്നേനെ? 1/6 എന്ന് വന്നേനെ. ക്ലിയർ ആയോ? അങ്ങനെയാണ് ഇവിടെ 1/6 എന്ന് വരുന്നത്. ഇനി അടുത്തത് അതുപോലെ ഇതിൻ്റെ ട്രയാങ്കിളുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം ചെയ്തു, എന്നാണ് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം കൂടെ നമ്മൾ ഇതിനകത്ത് കൂട്ടി. 1 2 3 4. അതുകൊണ്ടാണ് ഇവിടെ 1/4 എന്ന് വന്നത്. ഇവിടെ ടോട്ടൽ ഈ കാണുന്ന ആംഗിൾ എല്ലാം ഒന്ന് തന്നെയാണ്. വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിളുകൾ എത്ര ആണെന്ന് എണ്ണിയാൽ മാത്രം മതി. എത്രയായിരിക്കും? 1, ഇവിടെ ഒരു ട്രയാങ്കിളുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിളുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിളുണ്ട്, ഇവിടെയും ഒരു ട്രയാങ്കിളുണ്ട്. അതെന്താണ്? ഇതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് വരുന്ന ഒരു ട്രയാങ്കിളാണ്. മിഡ് പോയിൻ്റ് ഏതാണ്? ദാ ഈ കാണുന്ന ലൈനിൻ്റെ ഇതാണ് മിഡ് പോയിൻ്റ്. മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് വരുമ്പോൾ ഇവിടെയും ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ നമ്മൾ കണ്ടുപിടിച്ച് 1/4 ആണെന്ന് അല്ലേ? 1/4ഉം ഇവിടെയും 1/4 ആണ് വരുന്നത്, ഇവിടെയും 1/4 ആണ് വരുന്നത്. അങ്ങനെ 4 ട്രയാങ്കിളുകൾ വരും. 4 × 4 × 4 എന്ന് പറയുന്നത് 60 ആണ്. ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 1 ആണ്. 1/16 വരും. മനസ്സിലായോ? ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ ഭാഗം കൂടെ നമ്മൾ ആഡ് ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ ആംഗിളുകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ 4 എണ്ണം ഉള്ളത് കൊണ്ടാണ്. 1 2 3 4. ഈ ട്രയാങ്കിൾ എത്രയായിരുന്നു? 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. 1 × 4. അങ്ങനെ നമ്മൾ 1/4 × 1/16 എന്ന് പറഞ്ഞ് വരുന്നത് ഇത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എത്ര വരും? ഈ കാണുന്ന ട്രയാങ്കിളാണ് ഈ കാണുന്ന ട്രയാങ്കിൾ. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇവിടെയും ഒരു ട്രയാങ്കിളുണ്ട്. അങ്ങനെ 4 ട്രയാങ്കിൾ. അങ്ങനെ 16 × 4 വരുന്നതാണ് 64 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ്? ഇതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് വരുന്ന ഒരു ട്രയാങ്കിളാണ് ഇത്. വീണ്ടും ഇതിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് വേറൊരു ചെറിയ ട്രയാങ്കിളും കൂടെ വരും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതാ ഈ കാണുന്ന ഇത് ഒരു ട്രയാങ്കിൾ, ഇത് ഒരു ട്രയാങ്കിൾ, ഇതിൽ 16 പീസുണ്ട്, ഇതിലും 16 പീസുണ്ട്, ഇതിലും 16 പീസുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴാണ് 1/16 എന്ന് പറഞ്ഞ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതൊരു സീക്വൻസ് ആയിട്ട് വരികയാണ് അല്ലേ? എന്താണ്? ഓരോ ടേമും ഈക്വലായിട്ട് ഈ കാണുന്ന ട്രയാങ്കിളാണ് ഇവിടെ വരുന്ന ഈ കാണുന്ന ചെറിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ കാണുന്ന വലിയ ട്രയാങ്കിളാണ് ഈ അടുത്ത ടേമിലെ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ളത് ആഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇതാ ഇവിടെ എല്ലാം ഇത് കണക്ക് ആഡ് ചെയ്ത് വരും. മിഡ് പോയിൻറ്റിലൂടെ വരുന്നതെല്ലാം ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ 64 ട്രയാങ്കിൾസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ടോട്ടൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ടോട്ടൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തതിൻ്റെ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 3 ആണ്. 3 × അടുത്ത സീക്വൻസിൻ്റെ ടോട്ടൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 1/4 ആണ്. ഓക്കെ, ഇതാണ് 3/4 എന്ന് പറയുന്നതാണ് ഒന്നാമത്തതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതുപോലെ തന്നെ 9 × എന്തായിരിക്കും വരുന്നത്? 9 × 1/16 = 9/16. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ഏരിയ ഇതേ പ്ലസ് ഇത്, അതായത് ഇതേ പ്ലസ് ഇതെന്ന് പറയുന്നത് ഏരിയ ആകുമ്പോൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഒരു സൈഡ് ഇൻറ്റു ഒരു സൈഡ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് വരുന്നത് എത്രയാണ്? 27 × 1/64 = 27/64. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, സിമ്പിളാണ്.
വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ് വരുന്നത്, അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു കോമൺ ഡിഫറൻസും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓരോ ട്രയാങ്കിൾസും നമുക്കൊന്ന് സീക്വൻസ് ആക്കി എഴുതിയാലോ? സീക്വൻസ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ഒന്നാമത്തതിന് നമുക്ക് സീക്വൻസ് ആയിട്ട് എഴുതിയാൽ 9, 3, 9, 27 എന്ന് വരും. 3, 9, 27. ഇതെന്ന് പറയുന്നത് ഓരോന്നായിട്ട്, അതായത് 3 എന്ന് പറയുന്നത് ഒരു വട്ടം, അടുത്ത 3 എന്ന് പറയുന്നത് 2 വട്ടം വരുന്നതാണ്, അടുത്ത 3 എന്ന് പറയുന്നത് 3 വട്ടം വരുന്നതാണ്. ഇങ്ങനെ നോക്കി, ഇത് 1, 2, 3 എന്ന് പോകുന്നില്ലേ? ഒരു കോമൺ ഡിഫറൻസ് വരുന്നതുണ്ടോ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 ആണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. ഇനി അടുത്തത് 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 27. അങ്ങനെ അതൊരു സീക്വൻസ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്കിതിനെ nth ടേമായിട്ട് എഴുതാം. അടുത്ത ടേം എന്ന് പറയുന്നത് 4 ആയിരിക്കും, അടുത്ത ടേം എന്ന് പറയുന്നത് 5 ആയിരിക്കും, 6 ആയിരിക്കും. അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതും. അതാണ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ടോട്ടൽ റെഡ് ട്രയാങ്കിൾ വരുന്ന സീക്വൻസ് എന്ന് പറയുന്നത്. 3, 9, 27 എന്ന് പറയുന്നത് 3n = 3:1, nth ടേം 3:n. അതുപോലെ വീണ്ടും നമ്മൾ അടുത്ത ഫോം 1/4, 1/60, 1/64. ഇതും നമ്മൾ ടേം ആക്കി എഴുതുക. 1/64, 1/4, 1/60, 1/4n. ഓക്കെ, ഇവിടെയും കോമൺ ആയിട്ട് എന്താണ് വരുന്നത്? ഇതിനെ 1/4 നമ്മൾ കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ മുകളിൽ വരുന്നത് 1, 2, 3 ആയിരിക്കും. 1/4 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. 1/4 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ സ്ക്വയറാണ്, 4 × 4 ആണ് 16 എന്ന് പറയുന്നത്. 4 × 4 × 4 എന്ന് പറയുന്നതാണ് 64 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് 1, 2, 3 എന്ന് നമുക്ക് എടുക്കാം. 1/4നെ പുറത്തേക്ക് എടുക്കുക, nth ടേമാക്കി എഴുതുക. അങ്ങനെ നമുക്ക് അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? വേറെ ഒന്നുമില്ല. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് നോക്കുക, അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. അതായത് ഇതൊരു 4ൻ്റെ മൾട്ടിപ്ലൈ ആണ്, ഇതൊരു 3ൻ്റെ മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കുക. അതിൻ്റെ കോമൺ ആയിട്ട് ഇപ്പോൾ 4 ആണ് വരുന്നതെങ്കിൽ 4 വെളിയിലോട്ട് എടുക്കുക, 3 ആണ് വരുന്നതെങ്കിൽ 3 വെളിയിലോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്, 3 × 1/4. അങ്ങനെ 3/4 എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. ഇതിൻ്റെ ഓരോന്ന് 1, 2, 3 എന്ന് പറയുന്നതാണ് അതിൻ്റെ nth ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ് വരുന്നത്. ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.